ഓം നമഃ ശിവായ. ഇന്ന് നമുക്ക് വീട്ടിൽ നടാൻ പാടില്ലാത്ത മരങ്ങളും വീട്ടിൽ നട്ടുപിടിപ്പിക്കേണ്ട മരങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഭൂമിക്കൊരു ശക്തിയുണ്ട്. ഭൂമിയെ നാം വിളിക്കുന്നത് തന്നെ ഭൂമി ദേവി എന്നാണ്. ഭൂമി ദേവിയുടെ ശക്തി നമ്മുടെ വീടിനും പരിസരത്തിനും അനുകൂലമാക്കി വേണം വീട് വയ്ക്കാനും, വീട്ടിൽ വൃക്ഷങ്ങൾ നടാനും, ചെടി വയ്ക്കാനും, വാതിലുകൾ വയ്ക്കുവാനും, അടുക്കള പണിയേണ്ടതും എല്ലാം. ഇതിനെപ്പറ്റിയുള്ള പഠനമാണ് വാസ്തുവിദ്യ എന്ന് നമുക്ക് പറയാം. നിർഭാഗ്യവശാൽ ഇന്ന് വീട് വയ്ക്കുന്നവർ വീടിൻ്റെ ഭംഗിക്ക് മാത്രം കൂടുതൽ പ്രാധാന്യം നൽകുന്നു. ഒടുവിൽ അനർത്ഥങ്ങൾ ഉണ്ടാകുമ്പോൾ മരം മുറിക്കുവാനും വീട് പൊളിക്കാനും ഓടുന്നത് കാണും. ഇതൊക്കെ ശരിയായി നോക്കാതെ വീട് വെച്ചതിന് ശേഷം ക്ഷേത്രങ്ങളിൽ പോയിട്ടോ പ്രാർത്ഥിച്ചിട്ടോ യാതൊരു ഫലവും നിങ്ങൾക്കുണ്ടാകില്ല. ചില വൃക്ഷങ്ങൾ നഷ്ടപിടിപ്പിക്കുമ്പോൾ വീട്ടിലുണ്ടാകുന്ന പോസിറ്റീവ് എനർജി ചില മരങ്ങൾ വെട്ടിമാറ്റുമ്പോഴായിരിക്കും ഉണ്ടാവുക. എന്താണ് ഇതിൻ്റെ അടിസ്ഥാനമെന്ന് നിങ്ങൾക്ക് തോന്നാം. തികച്ചും ശാസ്ത്രീയമാണ്. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്നിനെ ആശ്രയിച്ചാണ് മറ്റൊന്ന് ഭൂമിയിൽ നിലനിൽക്കുന്നത്. ഉദാഹരണമായി നമുക്ക് മനുഷ്യരെ തന്നെ എടുക്കാം. മനുഷ്യന് കഴിക്കേണ്ട ആഹാരം ഉൽപ്പാദിപ്പിക്കുന്നത് സസ്യങ്ങളാണ്. മാംസാഹാരം കഴിക്കുന്നവരെ സംബന്ധിച്ചു നിങ്ങൾ കഴിക്കുന്ന മാംസം ഏതോ ചെടിയുടെ കായ്കളും ഇലകളും ഒക്കെ തിന്ന് ജീവിക്കുന്ന ഏതോ ഒരു ജീവിയുടേതാണ്. കൂടാതെ നമ്മുടെ ജീവൻ തന്നെ നിലനിർത്തുന്ന ഓക്സിജൻ ഭൂമിയിലേക്ക് പ്രദാനം ചെയ്യുന്നതും സസ്യങ്ങളാണ്. ഓക്സിജൻ്റെ സപ്ലൈ നഷ്ടപ്പെട്ടാൽ 5 മിനിറ്റ് പോലും നമുക്ക് ജീവനോടെ നിലനിൽക്കാൻ സാധിക്കില്ല. അതുപോലെ ആഹാരത്തിൻ്റെ കാര്യത്തിലായാലും ശ്വസനത്തിൻ്റെ കാര്യത്തിലായാലും നമുക്ക് കഴിക്കാവുന്ന ആഹാരങ്ങളും ശ്വസിക്കേണ്ടതായ വായുവും ഉണ്ട് എന്ന് പറയുന്നത് പോലെ മനുഷ്യന് ആവശ്യമുള്ള വൃക്ഷങ്ങളും ഇല്ലാത്ത വൃക്ഷങ്ങളും ഉണ്ടെന്ന് മനസ്സിലാക്കുക. അവ നമുക്ക് ദോഷം വരുത്തി വയ്ക്കും. മാറാത്ത അസുഖങ്ങളായിരിക്കും ഫലം. ഇതൊഴിവാക്കേണ്ടത് നമ്മുടെ ആവശ്യമായി കാണുക. അശോകം, വേപ്പ്, കൂവളം, ചന്ദനം, ദേവദാരു, നെല്ലി, വാഗ ഇവ വീടിൻ്റെ പരിസരത്തുണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും. ഇതിൽ കൂവളത്തെ സംബന്ധിച്ച് വളരെ വൃത്തിയുള്ള സ്ഥലങ്ങൾ മാത്രം നട്ടുവളർത്തുക. അഴുക്കുജലം ഒരു കാരണവശാലും കൂവളത്തിൻ്റെ ചുവട്ടിൽ എത്താതെ സൂക്ഷിക്കുക. അല്ലാത്ത പക്ഷം അത് ദോഷമായി അനുഭവിക്കും. വടക്ക് മാവും, കിഴക്ക് പ്ലാവും, തെക്ക് പുളിയും, പടിഞ്ഞാറ് തെങ്ങും. അതായത് വടക്ക് മാവും, കിഴക്ക് പ്ലാവും, തെക്ക് പുളിയും, പടിഞ്ഞാറ് തെങ്ങും വൃക്ഷങ്ങൾ വച്ചു പിടിപ്പിക്കുന്നത് നല്ലതായിരിക്കും. ഈ വൃക്ഷങ്ങൾ മറ്റു ദിശകൾ വളർത്തുന്നതിൽ തെറ്റില്ല എന്നാണ് വാസ്തുശാസ്ത്രം പഠിപ്പിക്കുന്നത്. പറഞ്ഞ ദിശയിൽ തന്നെ നടുന്നത് കൂടുതൽ ഉത്തമമായിരിക്കുമെന്ന് മാത്രം. വീടിൻ്റെ തൊട്ടടുത്തായി ഒരിക്കലും ഉയരം കൂടിയ വൃക്ഷങ്ങൾ നട്ടു വളർത്താൻ പാടില്ല. ഇത് ഗൃഹനാഥൻ്റെ ജീവന് തന്നെ ഭീഷണിയായി മാറാം. കരിങ്ങാലി, മുരുക്ക്, എരുക്ക്, ആഞ്ഞിലി എന്നിവയും വീടിൻ്റെ ചുറ്റുവളപ്പിൽ നിന്ന് പോലും ഒഴിവാക്കുന്നത് നന്നതായിരിക്കും. നാൽപ്പാമരങ്ങൾ വിപരീത സ്ഥാനങ്ങളിൽ വരാൻ പാടില്ല. തെക്ക് ഇത്തിയും കിഴക്കരയാലും വടക്ക് അത്തിയും പടിഞ്ഞാറ് പേരാലും എന്ന രീതിയിൽ മാത്രം നാൽപ്പാമരങ്ങൾ നട്ടു വളർത്തുക. അല്ലാത്ത പക്ഷം ദോഷങ്ങൾ വിട്ടകലുകയില്ല. അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഒരുപാട് ഉപയോഗിക്കുന്നൊരു സാധനമാണ് കറിവേപ്പില. ഈ കറിവേപ്പില വീടിന് സമീപത്തായി ഒരിക്കലും നട്ടു വളർത്താൻ പാടില്ല. വിഷമയമുള്ളതാണ് കറിവേപ്പിലയുടെ വേരെന്ന് പറയുന്നത്. അതിനാൽ ഇത് പുരയിടത്തിൻ്റെ ഏതെങ്കിലും ദൂരസ്ഥാനത്തേക്ക് മാത്രം മാറ്റിവെക്കുക. ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക.